അല്ല എന്നിപ്പോ ജേസി വരുമോ? ഉച്ചന്റെ ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല പുല്ലാണി നാസറാജിനോട് വിവരങ്ങളൊന്ന് പറയണ്ടേ? അയാൾ ചൊരപ്പനാണ്, വല്ല ചൊറുണ്ടാക്കിയാലോ? അതിന് എന്ത് ചൊറുണ്ടാക്കാനാ ഭായി? അയാളും നമ്മളെ കൂടി വന്ന് കുറ്റി അടിച്ചതല്ലേ. എന്നാലും വിവരം എന്നാണ് പറയാ. ആ ആചാരത വരുന്നേ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആചാര്യ വരി. എന്തൊക്കെയായി നിങ്ങളെ റോഡ് പണിയൊക്കെ? ഉച്ചക്ക് ശേഷം JCB വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയൊക്കെ ഞങ്ങൾ അടിച്ചിട്ടിക്കണ്. നിങ്ങളൊന്ന് നോക്കിക്കാളി. ആചാര്യ നോക്കിക്കാളി. നോക്കാം. അല്ലടോ, നിങ്ങളിത് നോക്കിയില്ലേ? എന്ത്? ഈ കുറ്റിക്കൊരു 1.5 ഇഞ്ച് വീതി കാണൂലേ? അതൊക്കെ ഉണ്ടാവും. അല്ലടോ, 1.5 ഇഞ്ച് വീതിയുള്ള ഈ കുറ്റിന്റെ ഈ സൈഡിക്ക് നൂല് കെട്ടിയാല് എനിക്ക് 1.5 ഇഞ്ച് സ്ഥലം അങ്ങോട്ട് പോകൂലേ? ഈ നൂല് ഈ സൈഡിക്കല്ലേ കെട്ടണത്? അല്ല ആചാര്യ, നമ്മളെല്ലാരും കൂടി അളന്ന് കുറ്റി അടിച്ചതല്ലത്. അളന്നതൊക്കെ ശരി തന്നെ. ഈ കുറ്റി ഇന്ത്യയിലാണ് അടിച്ചേക്കേണ്ടത്. ഈ നീളം ഒന്നിച്ച് 1.5 ഇഞ്ച് സ്ഥലം എനിക്കാണ്ട് പോകും. നിങ്ങൾ ഈ നൂല് കഴിച്ചു കണ്ട് അങ്ങേ സൈഡ് കണ്ട് കെട്ടി. അല്ല ആചാര്യ, ഇതൊരു റോഡിന് വേണ്ടിയിട്ടല്ല. ആകെ ഇത് 9 അടി സ്ഥലമേ ഉള്ളൂ. ഒരു 1.5 ഇഞ്ചല്ലേ അത് കൂടിയോട്ടെ, റോഡിനല്ലേ. എനിക്ക് ഇവിടെ റോഡിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് റോഡ് ദീ കൂടി നല്ല റോഡ് ഈ സ്ഥലത്തേക്ക് ഉണ്ട്. എന്താ ചെയ്യാ? ഈ പുല്ലാനി നാസറാജി ഒരു കുതിരാജേനിട്ടാ കുഞ്ഞുകാക്കതോട് വരുന്നേ. അയാളെ കൊണ്ടൊന്ന് പറപ്പിച്ചു നോക്കിയാലോ? അതൊന്നും വേണ്ട. എന്നാ നൂല് അപ്പുറത്ത് കെട്ടിക്കാണ്ടേ ആചാര്യ പറഞ്ഞു ചെയ്താലോ? അതെങ്ങനെ ശരിയാകുക? ആകെ 9 അടി റോഡേ ഉള്ളൂ അവിടെ. പിന്നെ അതിപ്പോ അയാൾക്ക് വിട്ടുകൊടുത്താൽ പറ്റൂല. വാലേക്കും മുസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പ്രശ്നം? അല്ല കുഞ്ഞുകാക്ക, നിങ്ങൾ കൊണ്ട് നോക്കാൻ ഈ റോഡിന്റെ ഈ കയറ് ഇയാൾ ഇങ്ങോട്ട് കെട്ടണം എന്ന് പറയുന്നത് എന്തപ്പോ ഇത് കഥ? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. JCB വരാന്ന് പറഞ്ഞാണ്. അല്ല കുഞ്ഞുവാക്ക, ഇത് ഇന്നലെ ഈ റോഡിന് വേണ്ടിയിട്ട് അളന്നുകാണ്ട് കുറ്റി അടിച്ചതാണ്. ഈ നൂല് ഇതിൻ്റെ അപ്പുറത്താണ് കെട്ടേണ്ടത്. ഇപ്പുറത്ത് കെട്ടിയാൽ എനിക്ക് എൻ്റെ സ്ഥലം പോകും. ഈ നീളം വന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ. ഒരു 20 മീറ്റർ നീളമുണ്ട്. ഒരു 1.5 ഇഞ്ച് സ്ഥലം വെച്ച് പോയാൽ എത്ര സ്ഥലം പോകും? നമ്മുടെ നാടിനും വേണ്ടി എനിക്ക് ഇവിടെ ഈ റോഡിൻ്റെ ആവശ്യം. എനിക്ക് ഈ പറമ്പക്ക് അതിൽ കൂടി നല്ല സുന്ദര റോഡുണ്ട്. എന്നാലും ഒരു 9 അടി റോഡല്ലേ ഉള്ളൂ. എനിക്കാണ് വിട്ടു കൊടുത്തത്. ഇത് എന്തെങ്കിലും ചെയ്തു കൊടുത്തു. ഒന്നും ചെയ്യില്ല. ഇത് 9 അടി റോഡുണ്ട്. ഒരു വണ്ടി ഏറിയാലേ ഒരു 6 അടി ഉണ്ടാവും. ബാക്കി 1.5 അടി 2 സൈഡിലും ബാക്കിയാ. 3 അടി ബാക്കിയില്ലേ 6 അടി കഴിഞ്ഞാലേ? 9 അടി റോഡില്ലേ? രോമം പോയത് കൊള്ളം ചാടൂല. അന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളി. ആ അളവേരെ കൊടുങ്ങാണ്ട് ഒന്നും കൂടി കണ്ട് ആൾപ്പിച്ചാളി. എന്നിട്ട് ആ കൃത്യത്തിനാണ്ട് എടുത്തോളി. നിങ്ങളെ 1 ഇഞ്ച് സ്ഥലം എനിക്കും വേണ്ട, എൻ്റെ 1 ഇഞ്ച് സ്ഥലം നിങ്ങൾക്കും തരാനില്ല. എനിക്ക് ഇവിടെ ആകെ ഒരു 1.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അത് നിങ്ങൾക്കാർക്കും സൗജന്യം തരാനില്ല. ആ അതാ ഞാൻ പറയേണ്ടത്. കാടുപാടം സ്വദേശി പുല്ലാനി നാസർ ഹാജി എന്നവർ അല്പസമയം മുമ്പ് മരണപ്പെട്ട വിവരം എല്ലാവരെയും അറിയിക്കുന്നു. പരേതന്റെ ജനാസ ഖബറടക്കം ഇന്ന് ഉച്ചക്ക് 12 മണിക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നമ്മളെ നാസറാജി മരിച്ചത് കേട്ടല്ലോ. അങ്ങനെ പറഞ്ഞു കേട്ട് ഞമ്മളൊന്ന് പോയി നോക്കാം. എന്താ അയാൾക്ക് സംഭവിച്ചത്? അയാൾക്ക് അറ്റാക്കാന്നാ കേട്ടത്. അയാളെ പെരേക്ക് പോണ റോഡിന്റെ പാലം പൊല്ലാടിച്ച് അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറ്റില്ല. മരിച്ച ആളെ കുറ്റം പറയല്ല. ഇന്നലെ അയാളെ കൊണ്ടാണ് ആ റോഡ് മുടങ്ങിയത്. ആ റോഡ് നന്നാകണമെങ്കിൽ പൈമക്കൂടി കൊണ്ടുപോയിരുന്നല്ല അയാളെ. അതൊക്കെ തന്നെ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇന്നലെ ആ 1 ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് തിരക്കൂടിയ മനുഷ്യനാണത്. വാലേക്കും മുസ്സലാം റഹ്മത്തുള്ളാഹി. നിങ്ങൾ ഇപ്പൊ എവിടുന്ന മരിച്ചെടുത്ത് തരാ? എന്താ ചെയ്യാ? ഇന്നലെ ആ റോഡിന്റെ കാര്യത്തിൽ എന്തെല്ലാം കടുംപുറത്താണ് എങ്ങനെ ഉണ്ടായത്. ഈ നേരപ്പോ കബർക്ക് പോണ അതിനിപ്പോ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അയാളായാലും നമ്മളായാലും മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. 6 അടി മണ്ണ് മാത്രമേ എല്ലാവർക്കും അവിടെ ഉണ്ടാവുള്ളൂ. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. മരിച്ചു പോകുമ്പോ 3 ദിവസം തുണി മാത്രം കൊണ്ടുപോകും, വേറെ എക്സ്ട്രാ ഒന്നും കൊണ്ടുപോകില്ല. ഞങ്ങൾക്ക് ആ ഓർമ്മ ഉണ്ടായാൽ മതി.